എല്ലാവർക്കും ചൈതൂസ് ചാറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബ്യൂട്ടി വ്ളോഗറായ ഗേളി ക്രൗഡ് എന്ന ചാനൽ ചെയ്യുന്ന ദിവ്യയാണ്. ലൈഫിൽ ശരിക്കും ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ലൈഫ് ശരിക്കും ബോറാകുന്നു എന്ന് ചിന്തിക്കുന്ന എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ദിവ്യ. എന്തുകൊണ്ടെന്നാൽ ഇപ്പൊ ഒരു ഫ്രീ ടൈം കിട്ടിയാലോ അല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഇപ്പൊ ഒറ്റയ്ക്കുന്ന സിറ്റുവേഷൻ വന്നാലോ എല്ലാം ഓരോ നിമിഷവും ശരിക്കും തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്ന, അതിലുപരി തന്റെ ഇഷ്ടങ്ങളും തന്റെ ലക്ഷ്യവും ഒക്കെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഠിന പ്രയത്നം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ദിവ്യ. 1,21,000 പരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ദിവ്യയുടെ ചാനലിനെ പറ്റി പറയാനാണെങ്കിൽ ബ്യൂട്ടി ടിപ്സ്, മേക്കപ്പ് ടിപ്സ്, ഫാഷൻ റിലേറ്റഡ് ടോപ്പിക്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റിയിലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് ദിവ്യയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഹലോ ദിവ്യ, സുഖാണോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എങ്ങനെ പോകുന്നു വ്ളോഗിങ്, ഫാമിലി ഒക്കെ? ഹായ് ചേച്ചി, ഞാൻ സുഖമായിട്ടിരിക്കണം. അടിപൊളിയായിട്ട് പോണു. ഫാമിലി, യൂട്യൂബ്, അങ്ങനെ അടിപൊളിയായിട്ട് പോണു. ചേച്ചിക്കും ചേച്ചിയുടെ വീട്ടിലെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാനിതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. ബിക്കോസ് എൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഒരു ഇന്റർവ്യൂ പോലെ ആദ്യമായിട്ടാണ്. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് വളരെ താങ്ക്സ്. അതെ ദിവ്യ, ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഞാനും ഫാമിലിയും ഒക്കെ സുഖമായിരിക്കുന്നു. പിന്നെ ഇപ്പൊ ഒരു വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചാനല് 1000 സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു സന്തോഷത്തിലൊക്കെ അങ്ങനെ പോണു. പിന്നെ എന്താ വെച്ചാൽ ദിവ്യ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടോ. ഇത്രയും എനർജറ്റിക് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. എനർജറ്റിക് ആണെന്നറിയാം, സ്മാർട്ടാണെന്നറിയാം, പക്ഷെ ഇത്രയും എനർജറ്റിക് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പിന്നെ താങ്ക്സ് ഇങ്ങോട്ട് പറയണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ അങ്ങോട്ടേക്ക് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ ആ ചേച്ചി സമ്മതിച്ചു, ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് ഒരു മടിയും കൂടാതെ പറഞ്ഞപ്പോ അങ്ങോട്ടേക്കല്ലേ താങ്ക്സ് പറയേണ്ടത്. അപ്പൊ എന്തായാലും അങ്ങോട്ടേക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. ഓക്കെ ദിവ്യ, നമുക്കപ്പം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് അതുപോലെ എപ്പോഴാണ് യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ദിവ്യ എത്തിയത്? ഞാൻ എന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2016 ഡിസംബറിലാണ്. 2016 ജൂണിൽ എന്റെ കല്യാണം കഴിഞ്ഞു. എന്റെ കോളേജ് കഴിഞ്ഞത് എനിക്ക് കല്യാണമായിരുന്നു. അപ്പൊ ഞാൻ മെന്റലി പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഭയങ്കര പാഷനേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഗേളാണ്. അപ്പൊ എല്ലാം ഒരു നിമിഷത്തിൽ തകർന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുമ്പോഴാണ് യൂട്യൂബിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. അപ്പോൾ അതിനു മുമ്പൊന്നും യൂട്യൂബിനെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല. യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ എടുത്തിടും, അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ കണ്ട് ഒരു ചാനൽ കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്കും അറിയാലോ, നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് തോന്നി. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇനിഷ്യലി എനിക്ക് ആരും സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഞാനായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ആൻഡ് അങ്ങനെയാണ് ഡിസംബർ 2016 19th ഡിസംബർ 2016 ഞാൻ എന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ ഇത്രയും ദിവസം വന്നു. ഒരു വലിയ ജേർണി ആയിരുന്നു. ദിവ്യ എന്ന ഒരു ബ്യൂട്ടി വ്ളോഗറിനെ കുറിച്ചിട്ട് ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും. ഇനി ദിവ്യ പേഴ്സണലി അറിയാത്തവർക്കും അല്ല ഇപ്പൊ ഈ വീഡിയോ കാണുന്ന പുതിയ പ്രേക്ഷകർക്കും ഒക്കെ വേണ്ടിയിട്ട് ദിവ്യന്റെ ഫാമിലിയെ കുറിച്ചും ഫാമിലിയുടെ ഒരു സപ്പോർട്ടിനെ കുറിച്ചിട്ടും ഒക്കെ ഒന്ന് പറയാമോ? എന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, ചേച്ചി, അനിയത്തി, ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. അച്ഛൻ ബിസിനസ്സാണ്, അമ്മ ഹൗസ് വൈഫ്, ആൻഡ് ചേച്ചി എഞ്ചിനീയർ ആയിരുന്നു. ഭാവിക്ക് ഉണ്ടായത് കാരണം ഇപ്പൊ യൂട്യൂബ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല യൂട്യൂബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് കൗണ്ടൊക്കെ ഉള്ള ഒരു യൂട്യൂബർ ആണ്. ആൻഡ് അനിയത്തി MBA ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
എന്റെ പ്ലേസ് ഞാൻ പാലക്കാട്ട് നിന്നാണ്. ഇപ്പൊ ഞാൻ ചെന്നൈയിലാണ് ഇരിക്കുന്നത്. ഹസ്ബൻഡ് ഇവിടെ ചെന്നൈയിലാണ്. പിന്നെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അച്ഛനും അമ്മയും എല്ലാം നല്ല സപ്പോർട്ടാണ്. അമ്മയൊക്കെ നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. ഇത് ശരിയില്ല, ഇതിങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് മാറ്റാൻ നോക്കും, നല്ലത് പറഞ്ഞുതരും. ആൻഡ് DIYസിനൊക്കെ ഒത്തിരി ടിപ്സ് ഒക്കെ പറഞ്ഞുതരും. അച്ഛനാണെങ്കിൽ പണ്ട് മുതൽ എല്ലാത്തിനും സപ്പോർട്ടാണ്. അത് ഒരു പ്രശ്നമില്ല, എന്ത് ചെയ്താലും ഫുൾ സപ്പോർട്ടാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്. പക്ഷെ ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ എനിക്ക് വലിയ സപ്പോർട്ടൊന്നുമില്ല. അവർക്ക് ഇഷ്ടമല്ല ആക്ച്വലി. എനിക്ക് തോന്നുന്നു മേ ബി അവർക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു. ഇത് ചെയ്താൽ എന്താണ് ഇതുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ് തോന്നുന്നു. ആൻഡ് എല്ലാം മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ അത് കുഴപ്പമില്ല. എല്ലാ രണ്ട് ഫാമിലിയും ശരിക്കും നല്ലതുപോലെ ദിവ്യനെ സപ്പോർട്ട് ചെയ്യും. അവരൊക്കെ ഇതൊക്കെ മനസ്സിലാക്കും, എന്താണ് ചെയ്യുന്നത്, ഇതിന്റെ ആ ഒരു ഡെപ്ത് ഒക്കെ മനസ്സിലാക്കിയിട്ട് അവരും സപ്പോർട്ട് ചെയ്യും. അതിനൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. ഇപ്പോൾ ഇൻബോൺ ആയിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് മേക്കപ്പിനോടും ഫാഷനോടും ഒക്കെ ദിവ്യക്ക് ഉണ്ടാകാം. അതില്ലാതെ നമുക്കിതൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. അതിനുപരി പ്രൊഫഷണൽ ആയിട്ട് ലൈക്ക് എന്തെങ്കിലും മേക്കപ്പ് കോഴ്സസ് ഓർ ഫാഷൻ റിലേറ്റഡ് കോഴ്സസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫാഷൻ ടെക്നോളജി ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ 10th കഴിഞ്ഞതും ഞാൻ അതാണ് ചെയ്തത്. +1 +2 പോലും ഞാൻ ജോയിൻ ചെയ്യാൻ നിന്നില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, അത്രയ്ക്ക് ഞാൻ പാഷനേറ്റ് ആയിരുന്നു. ആൻഡ് ഈ ഒരു ഫീൽഡിനോട് ഞാൻ ക്രേസി ആയിരുന്നു ഭയങ്കരമായിട്ട്. എനിക്ക് 10th കഴിയാൻ വെയിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ആൻഡ് എന്താ പറയാ, ഞാൻ ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചെയ്തു. ഡിപ്ലോമ കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് അതിന് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം BTech ഫാഷൻ ടെക്നോളജി ചെയ്യാന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞാൻ ഈ ഒരു 1 year ഡിപ്ലോമ ചെയ്തതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റി. ഫാഷനെ കുറിച്ച്, മേക്കപ്പിനെ കുറിച്ച് എനിക്ക് ഇപ്പോഴും വലിയ ധാരണയൊന്നുമില്ല. ഒത്തിരി അങ്ങനെ മേക്കപ്പ് ഒന്നും കുറിച്ച് അറിയില്ല. ചെയ്യും, മറ്റുള്ളവർക്ക് കുറച്ചൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ അറിയാം. എന്നാലും ഒരുപാട് അങ്ങോട്ട് എക്സ്പെരിമെന്റ് ചെയ്യാനൊന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല, പഠിക്കണമെന്നുണ്ട്. ആൻഡ് ഫാഷൻ ഫീൽഡിൽ എനിക്ക് ഒത്തിരി അങ്ങോട്ട് കോൺഫിഡൻസ് ഉള്ളൊരു സംഭവമാണ്. അല്ലാതെ വേറെ കോഴ്സ് അങ്ങനെ ഒന്നും ചെയ്തില്ല. ഫാഷൻ ടെക്നോളജിയുടെ ഡിപ്ലോമ മാത്രമേ ചെയ്തിട്ടുള്ളൂ. മേക്കപ്പിന്റെ ഇനി ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കും, ചെയ്യണം ഉറപ്പായിട്ടും. കല്യാണമൊക്കെ കഴിഞ്ഞു, ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് ചൂസ് ചെയ്തു, 2 ചാനലൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഇനി എന്താണ്, എനിക്കിതൊന്നും അല്ല, എനിക്ക് ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു ഫ്യൂച്ചർ ഒരു പ്ലാനിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? എന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്കോഴ്സ് യൂട്യൂബ് നല്ല രീതിക്ക് കൊണ്ടുപോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ബിക്കോസ് അത്രയും ആഗ്രഹിച്ചു തുടങ്ങിയതാണ്. പിന്നെ എനിക്കൊരു ചാരിറ്റി ട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അത് നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് എനിക്ക് ആ ഒരു ചാരിറ്റി വർക്ക്സ് നല്ല രീതിക്ക്, ബിക്കോസ് അതെന്റെ ഡ്രീമാണ്. അപ്പൊ അത് നന്നായിട്ട് കൊണ്ടുപോകണം. പിന്നെ ഫാമിലി ഓഫ് കോഴ്സ് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇപ്പൊ 3 years ആയി, ഭാവിയായില്ലേ എന്നൊക്കെ. അപ്പൊ അതിന്റെ പ്ലാൻസ്. പിന്നെ എനിക്ക് ഫ്യൂച്ചർ പ്ലാൻ എന്നല്ല, എന്റെ ഒരു ലൈഫിൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ 3 പെൺപിള്ളേരായതുകൊണ്ട് തന്നെ എന്റെ പാരന്റ്സ് ഭയങ്കര ഫ്രീ ആയിട്ടാണ് വിട്ടത്. ഇപ്പൊ ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും ഭയങ്കര ഫ്രീ ആയിട്ടാണ് വിട്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. 3 പെൺപിള്ളേരാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരുടെ മുമ്പിലൊക്കെ എങ്ങനെയൊക്കെ വിട്ടാലും 3 പെൺപിള്ളേരാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും അത് നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു. അവര് നന്നായിട്ട് തന്നെയാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. നല്ല പാത്ത് തന്നെയാണ് ഞങ്ങൾക്ക് കാണിച്ചത്, നല്ലൊരു വഴി തന്നെയാണ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് പ്രൂവ് ചെയ്ത് കാണിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. അവരെ പ്രൗഡ് ആക്കുക എന്നുള്ളത്. അത് ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയാൻ പറ്റുമോ എന്ന് അറിയില്ല. പക്ഷെ അതെന്റെ ഒരു ലൈഫിലൊരു മെയിൻ ഗോൾ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ അത് ഡെഫിനറ്റ്ലി അത് ഫ്യൂച്ചർ പ്ലാൻ ആവുമല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ആൻഡ് ഫാമിലി നല്ല രീതിക്ക് കൊണ്ടുപോവാ, എല്ലാവർക്കും ലൈക്ക് മാക്സിമം നന്നായിട്ട് എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതെ, മറ്റുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നമ്മൾ നല്ല ജോളി ആയിട്ട് ഇരിക്കുക, അത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ നമ്മള് ഏതൊരു പ്രവൃത്തി ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻസ്, എന്തെങ്കിലും നമുക്ക് ഹോംവർക്ക്സ് നമ്മൾ ചെയ്യണം അല്ലേ? ഇപ്പൊ നമ്മളൊന്ന് പഠിപ്പിക്കാൻ പോവാണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഒരു എന്താ പറയാ, ഒരു കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് പ്രിപ്പറേഷൻസ് വേണം. അപ്പോൾ ഒരു ബ്യൂട്ടി ബ്ലോഗർ എന്ന നിലയ്ക്ക് ആ ഓരോ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടും ദിവ്യയുടെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണ്? ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് എന്റെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു പ്രിപ്പറേഷനും ഇല്ല. നമ്മൾ ഈ ക്യാമറ സെറ്റ് ചെയ്യണത്, ബാക്ക്ഗ്രൗണ്ട്, അങ്ങനത്തെ കാര്യങ്ങളല്ലാതെ വേറെ പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. ഞാൻ മാക്സിമം എന്റെ വീഡിയോസിൽ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എനിക്ക് അത്രയ്ക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്യാറുള്ളൂ. ആൻഡ് ചില കാര്യങ്ങളൊക്കെ ഞാൻ പണ്ടേ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കുറെ റിസർച്ച് നടത്തി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയും. പക്ഷെ എല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പണ്ട് സ്റ്റാർട്ടിങ്ങിൽ ചെയ്തത് വരെ ഇപ്പോഴും ഞാൻ ചെയ്യാതെ പെൻഡിങ്ങിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് 1 by 1
1 ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിസർച്ച് ചെയ്യാൻ ഒത്തിരി സമയം എടുക്കും, അത് പെൻഡിങ്ങിൽ കിടക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ടേ അതിലേക്ക് പോവുള്ളൂ. അങ്ങനെയാണ് ഞാൻ ചെയ്യുക. വലിയ പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. ഞാനും ഒന്നും എന്താ പറയാ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടോ അങ്ങനെയല്ല വീഡിയോസിൽ പറയാം. അപ്പൊ ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ സമയത്ത് എനിക്ക് ഒരു സാധനത്തിനെ കുറിച്ച് എന്ത് പറയാൻ തോന്നുന്നു, എനിക്ക് എന്തറിയോ അത് ഞാനിങ്ങനെ പറയണോണ്ട് എനിക്ക് വലിയ പ്രിപ്പറേഷൻസ് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഓരോ വ്ളോഗിനും വേണ്ടിയിട്ടുള്ള ടോപ്പിക്സ് ദിവ്യ സെലക്ട് ചെയ്യുന്നത്? അതായത് സ്വന്തമായിട്ടൊരു ടോപ്പിക്സ് അങ്ങ് ഡിസൈഡ് ചെയ്യുവാണോ, അതല്ല ആരുടെയെങ്കിലും ഒക്കെ ചാനൽസ്, അതായത് ഫോറിനേഴ്സിന്റെ ഒക്കെ ചാനൽസ് കണ്ടിട്ട് അത് സ്വന്തം വേർഷനിൽ റീക്രിയേറ്റ് ചെയ്യുകയാണോ? എങ്ങനെയാണ് ഓരോ ടോപ്പിക്കും സെലക്ട് ചെയ്യുന്നത്? ഞാൻ ടോപ്പിക്സ് കണ്ടെത്താന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഓൾറെഡി പ്രിപ്പയർഡ് ആണ്, ഓൾറെഡി എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സ്റ്റാർട്ടിങ്ങിലൊക്കെ ആണെങ്കിൽ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട് ഒത്തിരി അല്ല, ഒരു 4-5 വീഡിയോസ് ഒക്കെ ഞാൻ വേറെ ചാനലിൽ കണ്ടിട്ടുള്ളത് ഞാൻ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് അപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ സ്വന്തമായിട്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്യുള്ളൂ. അമ്മ പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ റിലേറ്റീവ്സിലെ വല്യമ്മ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തരുമല്ലോ, അത് മാത്രം അറിഞ്ഞിട്ടുള്ള കാര്യം, ഉറപ്പുള്ള കാര്യം മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് പ്രിപ്പറേഷൻസ് ഒന്നും വേണ്ടി വന്നിട്ടില്ല. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ റിസർച്ച് നടത്തിയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ചില ടോപ്പിക്സ് ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് റിസർച്ച് ചെയ്തിട്ട് നല്ല രീതിക്ക് അതൊന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിനൊരു വിജയം മനസ്സിൽ കണ്ടിട്ടായിരിക്കും ചെയ്യുക, അല്ലെ? ഇപ്പൊ ദിവ്യ ഒരു മലയാളിയാണ്. മലയാളി ആയിരിക്കെ ഒരു ഇംഗ്ലീഷ് ചാനൽ തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. അതിൽ നിന്നൊക്കെ വേറിട്ട് ഒരു തമിഴ് ചാനൽ തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതിനുണ്ടായ ഒരു പ്രേരണ, അതെന്താണ്? എന്റെ തമിഴ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രത്യേകിച്ച് ഒരു കാരണമില്ല. എനിക്ക് തമിഴ് നല്ലപോലെ അറിയാം. എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി തമിഴാണ്. അപ്പൊ അവര് കുറെ പേര് ലൈക്ക് ഫ്രണ്ട്സ് ഒക്കെ, ആളുടെ ഫ്രണ്ട്സും അവന്റെ ചേച്ചിമാരും അങ്ങനെയൊക്കെ ഇരുന്നിട്ട് തമിഴ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ തമിഴ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു, അല്ലാതെ വേറെ റീസൺ ഒന്നുമില്ല. പിന്നെ എന്താ പറയാ, എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു വർക്ക് ചെയ്യാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അറിഞ്ഞ 2 നല്ലപോലെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ തമിഴ് ആൻഡ് മലയാളം. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എന്റെ ചാനൽ ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിൽ പക്ഷെ നമുക്ക് വലിയ സ്കോപ്പ് ഇല്ലാന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ആയി. ഓൾറെഡി ഒരുപാട് പേരുണ്ട്. റീജിയണൽ ലാംഗ്വേജ് ആണ് ഇപ്പൊ കുറച്ചുകൂടി സ്കോപ്പ് എന്ന് തോന്നി. അപ്പൊ ഞാൻ തമിഴ് ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇപ്പൊ ഹിന്ദി അറിയാണെങ്കിൽ ഹിന്ദിയും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഹിന്ദി എനിക്ക് അറിഞ്ഞൂടാ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ദിവ്യയുടെ ടൈം മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്. 2 മലയാളം ചാനലുണ്ട്, തമിഴ് ചാനലുണ്ട്, അതുപോലെ തന്നെ ഫാമിലി. ഇത് 3ഉം വളരെ സക്സസ്ഫുൾ ആയിട്ടാണ്, എഫിഷ്യന്റ് ആയിട്ടാണ് ദിവ്യ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം മാനേജ്മെന്റ് അറിയാൻ എന്തായാലും ദിവ്യയുടെ പ്രേക്ഷകർക്ക് ഒക്കെ താല്പര്യം ഉണ്ടാകും. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒന്ന് പറയാമോ? എന്റെ 2 ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേളി ക്രൗഡ് മലയാളം മാത്രമേ ഇത്രയും ദിവസമായിട്ടുള്ളൂ. തമിഴ് ചാനൽ ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് തുടങ്ങിയതാണ്, ഒരു 1 മന്ത്. അധികം ആക്റ്റീവ് അല്ല. ആൻഡ് അതിൽ വീഡിയോസ് ഇടാണെങ്കിൽ ഞാൻ ഇതിലിട്ടിട്ടുള്ള വീഡിയോസ് തന്നെയാണ് ഇടുക. ഒന്നില്ലെങ്കിൽ വോയിസ് ഓവർ മാറ്റി കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ ഇൻട്രോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇൻട്രോ മാത്രം 2 പ്രാവശ്യം ഷൂട്ട് ചെയ്യും. മലയാളത്തിലൊരിക്കൽ തമിഴിലൊരിക്കൽ ഷൂട്ട് ചെയ്യും. അപ്പൊ അത് മാനേജ് ചെയ്യാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വീഡിയോസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യുക ഇതൊക്കെ എനിക്ക് ഭയങ്കര ഈസിയാണ്, പെട്ടെന്നാവും. ഇതിലിട്ടിട്ട് ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അതിലിടുക. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ട്. എന്റെ മലയാളം ചാനലിൽ ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഇപ്പൊ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് എനിക്ക് സമയമുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല, ലൈക്ക് നല്ല ഈസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ദിവ്യ ഒരു ബ്യൂട്ടി വ്ളോഗറാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സിന്റെ ഒക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഈ ഓരോ പ്രോഡക്റ്റും റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് വാങ്ങിയാണോ, അതോ ആരെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ടോ? അപ്പൊ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റിന്റെ ഒരു സോഴ്സ്? എന്തോരം സ്വന്തമായിട്ട് മേടിക്കുമ്പോൾ ശരിക്കും ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ ഓരോ മേക്കപ്പ് പ്രോഡക്ട്സിനും. അപ്പോൾ ഈ ഓരോ പ്രോഡക്റ്റും കിട്ടുന്നതിന്റെ ഒരു സോഴ്സിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? പ്രോഡക്ട്സിന്റെ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തന്നെയാണ് വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഒരു 1 ഇയർ ആയിട്ടാണ് നമുക്ക് ഈ ഫ്രീ പ്രോഡക്ട്സ്, PR സ്പോൺസേഴ്സ് ഒക്കെ വരുന്നത്. അതിന് മുമ്പ് വരെയൊക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് വാങ്ങിച്ച് ചെയ്യാം. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ അപ്പോൾ പോയി വാങ്ങിക്കുക, അപ്പൊ റിവ്യൂ ചെയ്യുക. ഈവൻ നൗ നമ്മൾ ഇപ്പോഴും വാങ്ങിക്കുന്നുണ്ട്. കാരണം ചില വ്യൂവേഴ്സ് ചോദിക്കുന്ന പ്രോഡക്ട്സ് ആരെങ്കിലും അയച്ചു തരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ വാങ്ങിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ പഴയ പോലെ അങ്ങനെ അധികം ഒരു എന്താ പറയാ 90
90% നമ്മൾ സ്പെൻഡ് ചെയ്യണത് കുറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയണം. ആദ്യമൊക്കെ ഫുൾ സ്പെൻഡിങ് ആയിരുന്നു. ഈ ഒരു ഗ്രോത്ത് ഉണ്ടാവേണ്ട ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഫുൾ സ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ കുറെ PRs, സ്പോൺസേഴ്സ് അങ്ങനെയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിന് കൂടുതൽ നമുക്ക് പ്രോഡക്ട്സ് കിട്ടാറുണ്ട്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ അധികം അങ്ങോട്ട് സ്പെൻഡ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു 90% കുറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ ആണെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് PR കിട്ടിയത് ഒരു ടൂത്ത് പേസ്റ്റും പല്ല് തേക്കാനുള്ള ചാർക്കോൾ പൗഡറാണ്. അതാണ് എന്റെ ആദ്യത്തെ PR. അന്ന് വലിയ കാര്യമായിരുന്നു. ലൈക്ക് എന്റെ ചാനലിന് ഒരു PR കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ ഒരു 1 year ആയിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതാണ് പ്രോഡക്ട്സ്. ഇപ്പൊ അധികം സ്പെൻഡ് ചെയ്യുന്നില്ല. നേരത്തേക്ക് നല്ലപോലെ സ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ലെവലിൽ എത്തിയത്. അപ്പൊ ഉറപ്പായിട്ടും ദിവ്യക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടാറുണ്ടല്ലേ? അപ്പൊ ആ ഫ്രീ ടൈമിൽ എന്ത് ചെയ്യാനാണ് ഇഷ്ടം? എന്റെ സ്പെയർ ടൈമിൽ ഞാൻ എന്ത് ചെയ്യും ചോദിച്ചാൽ, ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോ. അതുകൊണ്ട് ലൈക്ക് ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് നോക്കും. എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യും. പിന്നെ എന്താണ്, കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സാൻഡ്, കൈനറ്റിക് സാൻഡും ക്ലേ ഒക്കെ വെച്ച് കളിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ്. എന്തൊക്കെയോ പറയണല്ലേ. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് എന്റെ ടൈം പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കുക. കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കിയിട്ട് കുറെ ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ കുറെ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാനും ഒത്തിരി നല്ല അടിപൊളിയാണ് ആ ഒരു ഫീല്. നമുക്ക് സമയം പോണതേ അറിയില്ല. അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ മിണ്ടാതെ കിടന്നുറങ്ങും. ബിക്കോസ് ഒറ്റയ്ക്കല്ല, നമുക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്യാൻ പാടില്ല. ആൻഡ് എനിക്ക് ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കാര്യം ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ആരുടെ കമ്പനിയും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കാര്യം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്റെ ഒരു സ്വന്തം ലോകത്ത് ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ടിരിക്കും. അത് ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഇന്ന കാര്യമാണെന്നില്ല. ചിലപ്പോൾ യൂട്യൂബ് നോക്കും, ചില മൂവീസ് യൂട്യൂബിലും എന്തെങ്കിലും ഫിലിം ഉണ്ടെങ്കിൽ അത് നോക്കും, ഒറ്റയ്ക്ക് സംസാരിക്കും, എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇപ്പം ദിവ്യ ചാനലൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നു. മേ ബി അത് സാറ്റിസ്ഫൈഡ് ആകാം, സാറ്റിസ്ഫൈഡ് അല്ലാണ്ടേ ഇരിക്കാം. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, എന്തെങ്കിലും ഒന്ന് ഇംപ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്താണ്? സിംപ്ലി ഇത്രയേ ഉള്ളൂ. ഹൗ ഡു യു വാണ്ട് ടു ഇംപ്രൂവ് യുവർ സെൽഫ് ഇൻ ദ നെക്സ്റ്റ് ഇയർ? എന്നെ ഇംപ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹമുള്ളത് ലൈക്ക് എനിക്ക് കുറച്ചുകൂടി എന്റെ വ്യൂവേഴ്സ് ആയിട്ട് എൻഗേജ് ആവുക എന്നുള്ളതാണ്. അത് എനിക്ക് ഇല്ല എന്ന് തോന്നുന്നു. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്റെ ചാനലിന്റെ ഗ്രോത്ത് ആണെങ്കിലും എന്റെ വ്യൂസിന്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് ഞാൻ കുറച്ച് ലോ ആയിട്ട് ഇരിക്കുന്നത്. മേ ബി എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് തോന്നുന്നു. ഐ എം ബീയിങ് മൈസെൽഫ്. ഞാനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് എനിക്കത് എന്താ പറയാ, ആൾക്കാരായിട്ട് അങ്ങനെ എൻഗേജ് ആവാൻ പറ്റാത്തത്, റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത് അവർക്ക് ഞാനായിട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. മേ ബി അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് ഇംപ്രൂവ് ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ആൻഡ് ഡെഫിനറ്റ് ആയിട്ട് എന്റെ വ്യൂവേഴ്സിന്റെ കാര്യങ്ങൾ, സജഷൻ, ഒപ്പീനിയൻസ് എല്ലാം തന്നെ കൺസിഡർ ചെയ്തിട്ട് 1 by 1 ആയിട്ട് ഇംപ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അത് അവർ പറയുമ്പോൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. ഞാനായിട്ട് എന്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യാന്നുള്ളതിനേക്കാളും ഒരു സജഷൻസ്, നല്ല സജഷൻസ് ഒക്കെ വരുമ്പോൾ അതെടുത്ത് നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. ഇതൊരു പ്രൊഫഷൻ, ഇതൊരു ഇതായിട്ട് നമ്മൾ എടുക്കുന്നതുകൊണ്ട് നമ്മൾ അത് അറിഞ്ഞിട്ട് ഇംപ്രൂവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം, ലൈക്ക് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം, അതെനിക്ക് അറിയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഇംപ്രൂവ് ചെയ്യുന്നതന്നെ. ഇപ്പൊ ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ 2 ചാനലും, തമിഴ് ചാനലും മലയാളം ചാനൽ, ഈ 2 ചാനലും സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ദിവ്യയുടെ ഒരു സ്ട്രെങ്ത്? നല്ല ക്വസ്റ്റ്യൻ ആണ്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ സ്റ്റാർട്ട് ചെയ്താണ്. അപ്പൊ എനിക്ക് ഹസ്ബൻഡ് സപ്പോർട്ട് ഉണ്ടായിരുന്നു, ബാക്കി ഭയങ്കര എതിർപ്പായിരുന്നു. അപ്പൊ ആ എതിർപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യണതേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് ഇന്ന് വരെ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ഞാനൊരു വലിയ സ്ട്രെങ്ത് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി എന്റെ ഹാർഡ് വർക്ക് എനിക്കൊരു സ്ട്രെങ്ത് ആണ്. ബിക്കോസ് ഞാൻ പറഞ്ഞ സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്റെ ചാനൽ ഒരു ഗേളി ക്രൗഡ് മലയാളം എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ ഉണ്ടെന്ന് ആൾക്കാർ അറിഞ്ഞു തുടങ്ങുന്ന ഒരു സ്റ്റേജ് വരെ ഇപ്പൊ ഒരു 6-7 മാസമായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതിനു മുമ്പ് വരെ ഞാൻ ആ 2 hours ലൈക്ക് ഉച്ചയ്ക്ക് 2 മണി തൊട്ട് 4 മണിക്കുള്ളിലാണ് ഞാൻ എന്റെ വീഡിയോസ് ഷൂട്ട് ചെയ്തിടുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്റെ ഹാർഡ് വർക്ക് എടുത്തിങ്ങനെ പറയല്ല, എല്ലാവരും എല്ലാ ഫീൽഡിലും ഹാർഡ് വർക്ക് ചെയ്യും. പക്ഷെ സ്ട്രെങ്ത് എന്ന് ചോദിച്ചുകൊണ്ട് അന്ന് ഞാൻ ആ ഒരു മടുപ്പ് തോന്നാതെ ചെയ്തത് കൊണ്ടാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അത് ഡെഫിനറ്റ് ആയിട്ട് സ്ട്രെങ്ത് അല്ലേ. അതല്ലാതെ പിന്നെ എന്താണ്, എന്നെ തന്നെ ഞാൻ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. ഈവൻ നൗ ഇപ്പൊ ഇത്രയും ദിവസങ്ങൾ കടന്നു, ഇത്രയും വർഷങ്ങളായി ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണെങ്കിൽ, ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നും അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല, ആകെ 2-3 പേരുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ലൈക്ക് ഇപ്പൊ എന്റെ ചാനൽ നോക്കിയാൽ സബ്സ്ക്രൈബേഴ്സ് അത്യാവശ്യം ഉണ്ടെങ്കിലും എന്റെ വ്യൂസ് നോക്കി ഇപ്പോഴും ഞാൻ ഒരു ബിഗിനർ പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ അത് കണ്ടിട്ട് ഞാൻ എന്നെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഓക്കെ, നാളെ നിന്നെ റെക്കഗ്നൈസ് ചെയ്യും, കുഴപ്പമില്ല, യു ഡു യുവർ വർക്ക്, ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്,
ഇതുവരെയുള്ള ഒരു യൂട്യൂബ് ജേർണി ശരിക്കും സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നു, ഓഡിയൻസിന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു, നെഗറ്റീവ് കമന്റ്സ്, അപ്പോൾ അതിനെയൊക്കെ കുറിച്ചിട്ട് ചുരുക്കി ഒന്ന് പറയാമോ? എന്റെ യൂട്യൂബ് ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇനിഷ്യലി അധികം സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എതിർപ്പായിരുന്നു കൂടുതൽ, സപ്പോർട്ട് എനിക്ക് കുറവായിരുന്നു. എന്റെ സ്വന്തം ഒരു ഇത് കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ലെവലിൽ എത്തിയതാണ്. ഭയങ്കര ഹാർഡായിരുന്നു. ഈവൻ അത് വളർത്തിയെടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആകെ ഞാൻ ബ്യൂട്ടി വ്ളോഗേഴ്സിൽ ഞാൻ സെക്കൻഡാണ് സ്റ്റാർട്ട് ചെയ്തത്. വേറൊരു ചാനലും പിന്നെ ഞാനാണ് സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്തത്. എന്റെ ചാനലായിരുന്നു രണ്ടാമത്തെ ആദ്യം തുടങ്ങിയ ബ്യൂട്ടി ചാനൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു ജീവിനെ കണ്ട പോലെയായിരുന്നു. ഭയങ്കര ഹേറ്റ് ഒക്കെ ആയിരുന്നു. വേറെ പണിയില്ല, എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ബിക്കോസ് ആൾക്കാർക്കും അത് പുതിയതായിരുന്നു. എന്നെ പോലെ തന്നെയായിരുന്നു എന്റെ വ്യൂവേഴ്സിനും ഈ ഒരു കാര്യമൊക്കെ പുതിയതായിരുന്നു. അപ്പൊ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്, ഭയങ്കര ഹാർഡായിരുന്നു. ഞാൻ പതുക്കെയാണ് വളർന്നത്. ഈവൻ നൗ ഞാൻ പതുക്കെയാണ് ഇങ്ങനെ വളർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈവൻ നൗ ഞാൻ ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ജേർണി കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷനാണ്. അതിനെ കോമ്പറ്റീഷനായിട്ട് കാണുന്നില്ല. അവർക്ക് എല്ലാവർക്കും അതിൻ്റെതായ ഉണ്ട്. പക്ഷെ എന്റെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ടൈറ്റ് ആയിട്ടാണ്. ഇപ്പൊ എന്റെ വ്യൂസിന്റെ കാര്യമാണെങ്കിലും ശരി, എന്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന കാര്യങ്ങളായാലും ശരി, ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് പോകുന്നത്. എനിക്കിപ്പോഴും ഇതൊരു ഹാർഡ് ജേർണി ആയിട്ടാണ് പോകുന്നത്. പക്ഷെ ഐ എൻജോയ് ഇറ്റ്. ഐ ലവ്. ഫേവറേറ്റ് ഔട്ട്ഫിറ്റ് ഏതാണ്? ഫേവറേറ്റ് ഔട്ട്ഫിറ്റ് വന്നിട്ട് എപ്പോഴും ഒരു കാഷ്വൽ ടോപ്പ് ആൻഡ് ജീൻ ഇഷ്ടമാണ്. കുർത്തീസ് ആൻഡ് കുർത്താസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ഡ്രസ്സും ഒരുവിധം ഒക്കേഷണലി എനിക്ക് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് എല്ലാം ഇഷ്ടമാണ്. ഇപ്പൊ ദിവ്യക്ക് ഈ ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് ഇടാതെ പുറത്തു പോകാൻ ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്യൂട്ടി പ്രോഡക്റ്റ് ഏതാണ്? എനിക്ക് അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാജലാണ്. കാജല നെയിൽ പോളിഷ് എനിക്ക് പണ്ട് നല്ല ക്രേസ് ആയിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ. ആൻഡ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ കാജൽ ഇല്ലാതെ എനിക്ക് പറ്റില്ല. കാജൽ ഇട്ടില്ലെങ്കിൽ ഞാൻ കരഞ്ഞ പോലെ ഇരിക്കും. ഫേവറേറ്റ് ബ്യൂട്ടി ബ്രാൻഡ് ഏതാണ്? എന്റെ ഫേവറേറ്റ് ബ്യൂട്ടി ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ മേബ്ലിൻ ആണ്. ബിക്കോസ് ഞാൻ മേബ്ലിനാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബ്രാൻഡ്. ഫസ്റ്റ് സ്വന്തമാക്കിയ ബ്യൂട്ടി പ്രോഡക്റ്റ് ഏതാണ്? ആദ്യമായിട്ട് ഓൺ ചെയ്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കാജലും ലിപ് ബാമുമാണ്. അതൊക്കെ മാത്രമേ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ദിവ്യക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ദിവ്യയുടെ ഫാമിലിയൊക്കെ ഒരുപാട് ഇനി സപ്പോർട്ട് ചെയ്യട്ടെ. രണ്ട് ഫാമിലിയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും രണ്ട് ലാംഗ്വേജിൽ ഇപ്പൊ തന്നെ തുടങ്ങി. ഇനി ഇംഗ്ലീഷിലും ഹിന്ദിയിലും അങ്ങനെ ഒരുപാട് ലാംഗ്വേജസിൽ ചാനൽ തുടങ്ങാൻ കഴിയട്ടെ. അതിലൊക്കെ വിജയം കണ്ടെത്താനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങളെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ രണ്ടുപേരുടെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് വളരെ താങ്ക്സ്. ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് പഴയ കുറെ കാര്യങ്ങൾ റീകളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി എന്നെ എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു നല്ല ഒരു റിഫ്രഷ്മെന്റ് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ താങ്ക്സ് ഫോർ ദാറ്റ്. പിന്നെ ചേച്ചിയുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒത്തിരി നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചേച്ചി ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എന്നെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിചാരിക്കണം. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് എനിക്ക് എപ്പോഴും വേണം. നിങ്ങളൊക്കെയാണ് എന്നെ പോലത്തെ ആൾക്കാർ, അല്ലെങ്കിൽ എന്നെയൊക്കെ ഉണ്ടാക്കി ഒരു ലെവലിലാക്കിയത്. അപ്പൊ നിങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളൊന്നും ഒന്നുമല്ല. അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ആൻഡ് പുതിയതായിട്ട് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും നല്ല രീതിക്ക് പോട്ടെ. ഇതൊരു നല്ല പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. നല്ല പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ മാക്സിമം എന്ത് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയാലും, എന്ത് കിട്ടിയാലും, ഈ യൂട്യൂബിന് മാത്രമല്ല എപ്പോഴും എന്ത് കിട്ടിയാലും നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുക. ഫെയിലിയേഴ്സിനെ കണ്ട് ആരും പേടിക്കണ്ട. ഫെയിലിയേഴ്സ് ഉണ്ടാവും. ഫെയിലിയേഴ്സ് ആണ് നമ്മളെ സക്സസിലേക്ക് ലീഡ് ചെയ്യണത്. അപ്പൊ ഫെയിലിയേഴ്സിനെ നല്ല സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. അപ്പൊ മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. ആൻഡ് ഇത്രയും ദിവസം എന്നെ സപ്പോർട്ട് ചെയ്തതിന് വളരെ 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 നന്ദി. ഐ ലവ് യു ഓൾ. ആൻഡ് ചേച്ചിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ബൈ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.